ഞങ്ങൾ അഭിമാനത്തോടെ പറയും അവളൊരു പെൺകുട്ടി തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ചെറുതാക്കുന്ന പെണ്ണല്ല കേട്ടോ, ഉശിരുള്ള പെൺകുട്ടിയാണ് അവൾ. അവളുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനെ നിങ്ങൾ ഒരിടത്ത് വെക്കുക. കാലിക്കറ്റ്, കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLB പഠിച്ച്, തൃശ്ശൂരിലെ ഗവൺമെന്റ് ലോ കോളേജിൽ പോയി LLM പഠിച്ച് തന്നെ കോഴിക്കോട് ബാറില് അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒരു പെൺകുട്ടിയാണ് ഈ ഫാത്തിമ തഹലിയ എന്ന് പറയുന്നത്. കേരളത്തിലുടനീളം കഴിഞ്ഞ കുറേയധികം വർഷങ്ങളായിക്കൊണ്ട് ഞങ്ങളടക്കം ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയത്തിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക്, സേവനത്തിലേക്ക് വരൂ, നമുക്ക് ഒരുമിച്ചിറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് കൈപിടിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ, സമരവീര്യങ്ങളിലേക്ക് ഇറങ്ങിയ ഒരു പെൺകുട്ടിയുടെ പേരാണ് ഫാത്തിമ തഹലിയ എന്നത്. അവൾ വെറുതെ ഇരുന്നുകൊണ്ട് നിങ്ങളോട് കൈവീശി കാണിച്ച് പുഞ്ചിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ വന്നവളല്ല. അവൾ സ്നേഹിച്ചാണ് ഈ മണ്ണിനെ സ്വന്തമാക്കിയത്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് സമരം ചെയ്ത് അനീതിക്കെതിരെ ഉച്ചസ്ഥരം വലിയ നിലപാടുകൾ പ്രഖ്യാപിച്ച് ജയിലിൽ കിടന്ന് 14 ദിവസം റിമാൻഡിലായി പുറത്തിറങ്ങിയ ഒരു സമര നായിക കൂടിയാണ് ഈ പറയുന്ന ഫാത്തിമ തഹലിയ. ജയിലിലായി എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാനുള്ള ഒരു സാധനമൊന്നുമല്ല, ഉമ്മാന്റെ പേരൊന്നുമല്ലല്ലോ, പോയി കിടക്കാൻ ഭയങ്കര രസമുള്ള സ്ഥലമൊന്നുമല്ലല്ലോ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് അവൾ ആ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്, യുവജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, സൗകര്യങ്ങൾ മലബാറിൽ ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവിടുത്തെ യുവജനങ്ങൾക്ക് തൊഴിലില്ലായ്മയിൽ നിന്നൊരു മോചനം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്, ആ സമരങ്ങളുടെ നായികയായിക്കൊണ്ടാണ് ഫാത്തിമ തഹലിയ ഈ പേരാമ്പ്രയുടെ മണ്ണിലെത്തുന്നത്. അത് നിങ്ങൾ കരുതിയ പോലെ, നിങ്ങൾ പുച്ഛിച്ചു തള്ളിയതുപോലെ, നിങ്ങൾ ഇപ്പോഴും ചെറുതാക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരാളല്ല. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കപ്പുറത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കുള്ള ക്വാളിഫിക്കേഷനുമായിട്ടാണ്, ക്വാളിറ്റിയുമായിട്ടാണ് അവർ ഈ പേരാമ്പ്രയുടെ മണ്ണിലേക്ക് വരുന്നത്. വളരെ സ്നേഹത്തോടു കൂടി കുറ്റിച്ചിറയിലെ കുറച്ച് മനുഷ്യന്മാര് തഹലിയെ യാത്രയാക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചിത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പോൾ കോഴിക്കോട് ജില്ലയുടെ നഗരമധ്യത്തിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു കൗൺസിലർ കൂടിയാണ് ഫാത്തിമ തഹലിയ.